നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി ഒഫീഷ്യൽ. ഹലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഹായ് 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 ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താടാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? പൊങ്കാല. പുഞ്ചാമല്ല, പൊങ്കാല. പൊങ്കാല. പൂന്തന്നലല്ലടാ, പൊങ്കാല. 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 ഓക്കെ, അപ്പൊ ഇന്ന് പലന് ചെറിയ പനി, ചുമ, ജലദോഷം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ പലന്. അപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. ഇന്ന് പൊങ്കാലയാണ്, ആറ്റുകാൽ പൊങ്കാലയാണ്. ഇന്ന് എത്ര ഡേറ്റ്? മാർച്ച് 13 ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പൊ അമ്മയൊക്കെ ഇപ്പൊ ചില വർഷങ്ങളിൽ അവിടെ പോയി ഇടാറുണ്ട്, ചിലപ്പോൾ അവര് നമ്മൾ വീട്ടിൽ തന്നെ ഇടാമല്ലോ പൊങ്കാല, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ ഞാനും പൊങ്കാല ഇടുന്നുണ്ട്. എനിക്ക് തിരുവനന്തപുരത്തൊക്കെ പോയി ഇടാമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അയ്യോ, പാലുമായിട്ട് അതൊന്നും നമുക്ക് പോസിബിൾ അല്ല. ബിക്കോസ് ഓഫ് യു ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. മനസ്സിലായോ? നീ കാരണമാ. ബിക്കോസ് ഓഫ് യു. പാല് ദോശ കഴിക്കുമല്ലേ? ദോശ എന്തേ കൊണ്ടുപോയിടോ? ഓക്കെ, അപ്പം ബിക്കോസ് ഓഫ് യു അപ്പം പാലും ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പോയി ഇടല് പോസിബിൾ അല്ല. പിന്നെ നല്ല ചൂടും വെയിലും അതൊക്കെ കൊണ്ടുവേണം ഇടാൻ. പക്ഷെ പാലും ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അമ്മ പോയി ഇടാറുണ്ട്. അപ്പം ഇത്തവണ ഇപ്പം നമ്മൾ അമ്മമ്മയുടെ വീട്ടിലായതുകൊണ്ട് അമ്മമ്മയുടെ വീട്ടിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്, അല്ലേ വലു? അപ്പം അമ്മമ്മയുടെ വീട്ടിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ 2 ദിവസമായിട്ട് വീട് ഫുള്ള് വൃത്തിയാക്കലും. കുഞ്ഞു വീടാണ്, പക്ഷെ അതെല്ലാം അമ്മ വൃത്തിയാക്കി, എന്താ പറയുക, വിളക്കും കാര്യങ്ങളൊക്കെ തേച്ചൊക്കെ വെച്ചു. അമ്മമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ തേച്ച് വെച്ചു. 3 പൊങ്കാലയാണ് നമ്മൾ ഇടുന്നത്. മേമയും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൂടെ 3 വാങ്ങിച്ചത്. അപ്പം മേമ ചിലപ്പം അവിടെ ചേർത്തലയിൽ തന്നെ ഇടും, മേമയുടെ അവിടെ തന്നെ കൂട്ടുകാരുടെ കൂടെ തന്നെ ആയിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പം അമ്മമ്മ ഞാനും അമ്മയും കൂടെയാണ് പൊങ്കാല ഇടുന്നത്. ഒരു പൊങ്കാല എനിക്കുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് കേട്ടോ. എനിക്കറിയില്ല ഇതിനെപ്പറ്റി പറയാൻ. അതൊക്കെ ഇടുന്ന സമയത്ത് അമ്മ തന്നെ പറഞ്ഞോളും. അപ്പോൾ ഇതെന്താ പാലു? അത് തിരിക്കാൻ പാടില്ല. നോനോ വാഷിംഗ് മെഷീൻ തിരിക്കരുത് കേട്ടോ. പാലു നോക്ക് ഹായ് പറ. അപ്പോൾ 3 പേരും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുടമൊക്കെ കഴുകി അതിൻ്റെ സ്പൂണെല്ലാം തടിയുടെ സ്പൂണില്ല, അതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ പൂ വാങ്ങിച്ചു, കൊതുമ്പ് വാങ്ങിച്ചു, വിളക്ക് തേച്ച് വെച്ചു. ഇതെല്ലാം അവർ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ ഓരോന്നായിട്ട് കാണിക്കാം. ഇപ്പോൾ തേങ്ങ ചിരണ്ടണം. അപ്പോൾ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുളിക്കാതെ തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് തേങ്ങ പായസത്തിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടാൻ പറഞ്ഞു. 4 മുറി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ. അപ്പം മുറി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോയി തേങ്ങ ചിരണ്ടാം. ഓക്കെ? എന്താ ഓക്കെ? ഓക്കെ. അപ്പോൾ എന്താ പറയുക, പൊങ്കാലയ്ക്കുള്ള ഭയങ്കര ആർഭാടം. അപ്പോൾ പൊങ്കാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഓരോന്നിങ്ങനെ പറിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് ഒക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. നമുക്ക് കാണാം. കൊതുമ്പല്ലേ ഇത് കൊതുമ്പല്ലേ? ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത് അമ്മ തന്നെ ഇവിടെ തന്നെ പറിച്ച പൂക്കളാണ് കേട്ടോ. പിന്നെ ഇഷ്ടിക, അടുപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ പൂവ്, കത്തി വേണ്ടി വരും. പിന്നെ ഇത് കൊതുമ്പല്ലേ, കൊതുമ്പ്. ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ അത്രയും സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഭക്ഷണം കഴിക്കാം. ഞാനാണ് ഇന്നലെ വൈകുന്നേരം, എനിക്ക് രാത്രി ഭയങ്കര വിശപ്പായിരുന്നു, അതുകൊണ്ട് പഴമൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. പക്ഷെ എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്, പക്ഷെ ഒന്നും കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്തെങ്കിലും പഴമെങ്കിലും കഴിക്കണം, കാരണം തല കറങ്ങുന്നുണ്ട്, തലവേദനയുണ്ട്.
കാരണം എനിക്ക് പെട്ടെന്ന് ഞെട്ടി കട്ടിലിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എപ്പോഴും ഇയർ ബാലൻസ് ഉള്ളതുകൊണ്ട് തലവേദന എടുക്കും. അപ്പോൾ എന്തായാലും അമ്മ ദോശ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, പൊങ്കാലയ്ക്ക് ശേഷമേ കഴിക്കാൻ പറ്റുള്ളൂ അത്രേ. അത് നമുക്ക് പിന്നെ കിട്ടുള്ളൂ. പക്ഷേ ഒരു പഴം ഞാൻ കഴിക്കുവാണ്. പിന്നെ പൊങ്കാലയ്ക്കുള്ള തേങ്ങ ചിരണ്ടി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുളിച്ചിട്ട് വന്നത്. അത് പൊങ്കാലയുടെ നോയമ്പായതുകൊണ്ട് തന്നെ വ്രതം തന്നെ നമുക്ക് കുളിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുളിച്ചിട്ടേ കഴിക്കുള്ളൂ. പക്ഷെ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, പഴം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല അത്ര. അപ്പോൾ അമ്മയൊന്നും കുളിച്ചിട്ടില്ല. അമ്മയൊക്കെ പക്ഷേ ഉച്ചത്തേക്കും രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ ആക്കി അമ്മമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഞാൻ മാത്രമേ കുളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പോയി തേങ്ങ ചിരണ്ടട്ടെ. പൊങ്കാല കഞ്ഞി പായസത്തിനൊക്കെ ഉള്ള ആണ്. എനിക്കതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിയില്ല. സോ എനിവേ എന്നോട് പറഞ്ഞു തേങ്ങ ചിരണ്ടണമെന്ന്. ഞാൻ പോയി തേങ്ങ ചിരണ്ടിയിട്ട് വരാം. ഇവർ വെളുപ്പിനേ തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അമ്മയും അമ്മമ്മയും വെളുപ്പിനെ 4 മണി 3:30 ആയപ്പോഴത്തേക്ക് എണീറ്റു. ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോയി വന്നപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ എന്നെ രാവിലെ അവർ ഉണർത്തിയില്ല. എന്നാലും ഞാൻ 6:45 ആയപ്പോഴത്തേക്ക് ഉണർന്നു കേട്ടോ. അപ്പോൾ അമ്മയും അമ്മമ്മയും കൂടെ രാവിലെ തന്നെ എണീറ്റ് നല്ല ദോശയും സാമ്പാറും ചമ്മന്തിയും മോര് കൂട്ടാനും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കിനി 1:30 വീടിനകത്ത് കയറാനാവുള്ളൂ, അതുകൊണ്ട്. അപ്പോൾ എനിക്കാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തേങ്ങ ചിരണ്ടൽ ഡ്യൂട്ടി. പക്ഷേ ഇവിടെ വലിയ പാടില്ല, ഇരുന്ന് ചിരണ്ടാൻ വളരെ സുഖമാണ്. അപ്പം അങ്ങനെ ഒരു മുറി തേങ്ങ ചിരണ്ടി പാലുവിന് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ കൊടുക്കണം. പക്ഷേ ഇത് നിവേദ്യത്തിനുള്ളതായതുകൊണ്ട് അധികം കൊടുത്തില്ല. പിന്നെ ഞാൻ 2 പഴം കഴിക്കുന്ന കാര്യം പറഞ്ഞില്ലേ. സോ ഞാൻ 2 പഴം എടുത്ത് കഴിച്ചു. പക്ഷേ അതിലൊരു പഴം പകുതി കംപ്ലീറ്റ് പാലുമാണ് കഴിച്ചത്. അവൾക്കും വിശക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ ദോശ കഴിച്ച ടീമാണ്. പിന്നെ വേറൊരു ഡ്രസ്സ് ഇടിച്ചപ്പോഴത്തേക്ക് മാഡത്തിന് പിടിച്ചില്ല. അവൾക്ക് ഇഷ്ടമാണ് ഈ ഡ്രസ്സ്. അങ്ങനെ ഈ ഡ്രസ്സ് ഇട്ടു. ഇരുണ്ടിരിക്കണു, ഇവിടെ വെളിച്ചമില്ല. അങ്ങനെ മേളിലൊരു ഉണ്ടയൊക്കെ കെട്ടിക്കൊടുത്തു. പക്ഷെ അതൊന്നും മാഡം അധികം നേരം വായിച്ചൊന്നുമില്ല, അപ്പം തന്നെ അഴിച്ചു കളഞ്ഞു കേട്ടോ. അപ്പം അമ്മമ്മ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന കളബൊക്കെ തൊട്ടു. അപ്പോഴേക്കും ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് റെഡിയാവാനായിട്ടൊന്നുമില്ല, പക്ഷെ മുടി ചീക്കി വെക്കണമായിരുന്നു. അപ്പോഴേക്കും അമ്മയും കൂടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. പാല് പുറത്തേക്ക് വന്നപ്പോൾ അമ്മമ്മ അവളെ എടുത്തുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോയി. കാരണം വന്നാൽ ശരിയാവില്ല, മണ്ണിലും പിന്നെ കുടമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി നശിപ്പിക്കും. സോ അതുകൊണ്ട് വന്നപാടെ ദാ വന്നു ദാ പോയി എന്ന് പറയണ പോലെ തിരിച്ച് കൊണ്ടുപോയി. അമ്മ പക്ഷേ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ വിളക്ക് 5 തിരിയാണല്ലോ നമ്മൾ ഇടേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 25 വർഷത്തിൽ ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല. എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്. പൊങ്കാല ഇട്ടിട്ടുണ്ട്, അതായത് ആറ്റുകാൽ പൊങ്കാലയല്ല, അല്ല ഞാൻ ഇട്ടിട്ടുണ്ട് എന്തോ പൊങ്കാല. പക്ഷെ അത് എനിക്കറിയില്ല, വേറെ ആലപ്പുഴയോ ചങ്ങനെ ഏതോ ഒരു അമ്പലത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മ കൂടെ ഇല്ല. ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പൊങ്കാല ഇടുന്നത്. സോ പാലു കുട്ടി ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പണി ഒപ്പിച്ചു. നമ്മുടെ നിലവിളക്ക് എണ്ണ ഉണ്ടായിരുന്നു, സന്ധ്യയ്ക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒഴിച്ചു വെച്ചതാണ്. അത് അവളുടെ മേത്തേക്ക് നല്ല ഭംഗിയായി ഒഴിച്ചു. വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, കത്തിക്കുന്നതിന് മുമ്പ് ഒഴിച്ചു വെച്ചിരുന്നതാണ്, മേത്തേക്ക് ഒഴിച്ചു. അതിൻ്റെ ഇടിയും പിടിയായിരുന്നു. അതൊരു പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോൾ ചന്ദനം നന്നായിട്ട് ചാലിച്ച് ഞാൻ വെച്ചത് വിളക്കിലും കുടത്തിലും ഒക്കെ തൊടിയിക്കണമായിരുന്നു. എനിക്കിതെല്ലാം ഒരു പുതുമയാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യാനും അതിനൊരു ഭാഗമാവാനും ഇതിനെപ്പറ്റി അറിയാനും പഴയ കഥകളും, അതായത് ഞാൻ പഠിച്ചത് പെർഫോമിംഗ് ആർട്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ പെർഫോമിംഗ് ആർട്സ് ട്രിപ്പിൾ മേജറാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മൈത്തോളജി സൈക്കോളജി എല്ലാം എന്താ പറയുക ഒരു ബേസ് നമുക്കെല്ലാം അറിയാം നല്ല പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കതൊരു ഭാഗമായിരുന്നു നമ്മുടെ സിലബസിൻ്റെ. സോ അങ്ങനെ പല പുരാണത്തിൻ്റെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്വാതി എന്നായിരുന്നു എൻ്റെ മിത്തോളജി ടീച്ചറിൻ്റെ പേര് കേട്ടോ. നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. എപ്പോഴും ആലോചിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഞാൻ ആലോചിക്കായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്മമ്മ പറഞ്ഞ് പല കഥയായി പറഞ്ഞു തരില്ല, പക്ഷെ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ കഥകൾ പറയും. ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ്, അതാണ് അതിൻ്റെ ഐതിഹ്യം, അത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പിന്നെ അതിനെപ്പറ്റി ചകഞ്ഞ് പോകുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. യൂട്യൂബിൽ പോയി തപ്പും, അതിൻ്റെ വീഡിയോസ് കാണും. എൻ്റെ ഒരു യൂട്യൂബ് ഹിസ്റ്ററി എടുത്താലുണ്ടല്ലോ എന്താ പറയുക കൂടുതലും ഉണ്ടാവുക അയ്യപ്പൻ്റെ കഥകൾ അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാനൊക്കെ.
പാലും കൂടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ മൊബൈലൊന്നും കാണിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും ഞാൻ അകലെ വെച്ചിട്ടാണെങ്കിൽ അയ്യപ്പൻ്റെ കഥകളൊക്കെ കാണിച്ചൊക്കെ കൊടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. സത്യമോ ഇല്ലയോ നമുക്കൊന്നും അറിയില്ല, അതൊക്കെ നമ്മുടെ വിശ്വാസമാണ്. പക്ഷെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ഭയങ്കര പഴയകാല കഥകളും കാണാനൊക്കെ ആയിട്ട് കേട്ടോ. സോ ഇനി അപ്പോൾ അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പൊങ്കാലയിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ അവർ പറയുന്നതും കേൾക്കുന്നതും ചെയ്യണതും കണ്ട് കൂടെ നിൽക്കുന്നു എന്ന് മാത്രം. പൊങ്കാല എന്താ പറയുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പൊട്ടത്തരമായി പോകുമ്പോൾ അതറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ചന്ദനമൊക്കെ തൊട്ട് 5 തിരിയിട്ട് കത്തിച്ചു. പാലുവിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവൾ വെയിലത്തേക്ക് ഇറങ്ങി. പനി ആയതുകൊണ്ടാണ് ഇറക്കാതിരിക്കുന്നത് കേട്ടോ. പക്ഷേ അവൾ ഒരു രക്ഷയില്ല. പനിയാണെങ്കിലും അവളെ കൊണ്ട് പറ്റാവുന്ന സ്ഥലത്തൊക്കെ അവൾ ഓടി ഓടി കയറുന്നുണ്ട്. അമ്മ ആക്ച്വലി മേല് കഴുകി ഒരു ഫ്ലീറ്റ് പോലും എടുക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റിയില്ല. കാരണം അപ്പോഴേക്കും ടി വിയിൽ അമ്മമ്മ ലൈവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ എന്ത് തുടങ്ങിയെന്ന് അമ്മ ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്താനായിട്ട് തുടങ്ങിയെന്ന് ലൈവിൽ കണ്ടപ്പോഴത്തേക്കും അമ്മ പാവം കുളി കഴിഞ്ഞ് ഇറങ്ങി ബ്ലൗസ് ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അമ്മ പൊതുവെ സെറ്റുമുണ്ട് അങ്ങനെ ഫ്ലീറ്റ് എടുത്ത് കൊടുക്കലൊക്കെ പതിവില്ല, വല്ല ഒക്കേഷനിലേ ഉള്ളൂ. അപ്പോൾ അത് വേഗം വലിച്ചു വാരി ഉടുത്തിട്ട് അമ്മ ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ പാലിക്കുട്ടി അതിൻ്റെ ഇടയിൽ നല്ല തീയിടാത്ത നന്നായില്ല, ഇടയിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മുടെ പൊരി മലര് അരിയും മലരും എല്ലാം കൂടെ എടുത്ത് അമ്മ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിളക്ക് നല്ല കാറ്റുണ്ട്, നമ്മൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കാറ്റിൽ നന്നായിട്ട് വിളക്ക് കെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിളക്ക് എന്താ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ലളിതാ സഹസ്രനാമവും അതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പിന്നെ ഒരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. വെറുതെ കോപ്പി റൈറ്റ് വരണ്ടല്ലോ, യൂട്യൂബിൽ എന്ത് വീഡിയോ ഇട്ടാലും കോപ്പി റൈറ്റ് വരും ഓഡിയോ വന്നാലും. അപ്പം ഞാൻ ബാക്കിലേക്ക് ഇരുന്ന് കുടത്തിൽ നമ്മുടെ കളഭം തേച്ചുകൊണ്ടിരിക്കുകയാണ്, ചന്ദനം തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3 കുടമുണ്ട്. നമ്മൾ മേമയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഒരു കുടം വാങ്ങിയത്. പക്ഷേ മേമ ആറ്റുകാല പോയിട്ടു. മേമയ്ക്ക് ഒരുപാട് എന്താ പറയുക സഹധർമ്മിണികളുണ്ട് കേട്ടോ, കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി മേമ പൊങ്കാല ഇട്ടു. ഞാൻ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു, മേമ കിട്ടിയില്ല, അല്ലെ ഞാൻ കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ അവിടെ ചന്ദനം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മ. അപ്പോൾ വിറക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കീറി ഇട്ടുകൊണ്ടിരിക്കുക. സത്യം പറയട്ടെ, എനിക്ക് വിറകടുപ്പ് അതൊക്കെ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടാ. അപ്പം അതൊക്കെ ചെയ്യാനും കാണാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വീട്ടിൽ തന്നെയുള്ള പൂവാട്ടോ, പിച്ചി, നന്ദിയാർവട്ടം എല്ലാ പൂക്കളും അമ്മമ്മ ഇവിടെ ഒരുപാട് അമ്മമ്മയുടെ കുഞ്ഞു കൃഷികളുണ്ട്. ഇത് നമ്മുടെ സ്വന്തം വീടല്ല, വീടിൻ്റെ പണി അമ്മമ്മയുടെ വീടിന് നടക്കുന്നത് കൊണ്ട് നമ്മൾ വാടകയ്ക്ക് എടുത്തൊരു കുഞ്ഞു വീടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവിടെ അമ്മമ്മയ്ക്ക് പറ്റാവുന്ന കൃഷിയും കാര്യങ്ങളൊക്കെ അമ്മമ്മ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പൂക്കളാണ്, മുളകുണ്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അമ്മമ്മ നല്ല ഭംഗിയായി അതിനെ നോക്കും. കറക്റ്റ് സമയത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുക, വളത്തിന് വളം എല്ലാം കൊടുക്കും കേട്ടോ. അമ്മമ്മയുടെ സമയം അമ്മമ്മ നല്ല ഭംഗിയായിട്ട് അതൊക്കെ ചെയ്യും. ഞാൻ കുടത്തിൽ ചന്ദനം ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി ഗൂഗിളിൽ, എന്താ പറയുക, കുടത്തിൽ എങ്ങനെയാണ് ചന്ദനം തേക്കേണ്ടത്. കാരണം ഈ ധൃതിയിൽ അമ്മയുടെ ഈ സംശയം ചോദിച്ചുകൊണ്ടിരുന്ന അമ്മ എന്നെ ആട്ടും. അതുകൊണ്ട് കുറേ പേരുടെ കുടം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചന്ദനം കംപ്ലീറ്റ് ആക്കി തേച്ച് വെച്ചു. പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ നിർത്തിയില്ല, ചന്ദനം കംപ്ലീറ്റ് തേച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമായിരുന്നു, കുങ്കുമമുണ്ട്, കുങ്കുമം കൂടെ അവിടെ തേച്ച് കൊടുക്കണം എന്ന് പറയുമായിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന കുങ്കുമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുങ്കുമം കൂടെ നല്ല ആർഭാടമായിട്ട് ഞാൻ നല്ല കുടത്തിൽ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എൻ്റെ അമ്മമ്മയുടെ പിറന്നാളിൻ്റെ ദിവസം നമ്മൾ എന്താ പറയുക തിരിച്ച് പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ നമ്മൾ വാങ്ങിയ കുടം, തവി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുങ്കുമം കൂടെ തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മയും പാലും തമ്മി അവിടെ തകൃതിയായിട്ട് ഇന്ന് അടിയുടെ പൂരമായിരുന്നു. അമ്മമ്മയുടെ ക്ഷമ അവളും കെടുത്തിച്ചു, അവളുടെ ക്ഷമ അമ്മമ്മയും കണ്ടു. അതുപോലെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്നു. കാരണം ഒരു രക്ഷയില്ല, പാലും അലമ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുങ്കുമം ഇടിയിൽ ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുകയാണ് നമ്മൾ എന്തായി ചെയ്യണേ എന്നുള്ളത്. അമ്മ എന്താ ചെയ്യണേ, അമ്മ ചന്ദനത്തിരി കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടത്തിൻ്റെ ഡെക്കറേഷൻ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാവരും കൂടെ വന്നു. നമ്മൾ വിളക്ക് കത്തിച്ചത് എന്താ ഇപ്പം ചെയ്യണേ, നമ്മൾ വീണ്ടും വിളക്ക് കത്തിക്കണോ? അല്ല, ഓൾമോസ്റ്റ് ആ തിരി കെടാനായി. അപ്പോൾ അതിനോട് ജോയിൻ ചെയ്ത് അടുത്ത തിരി ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് അടുത്ത തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം അമ്മ എന്നെ സൈഡിൽ കൂടെ ചീത്ത പറയുന്നുണ്ട്, ഇങ്ങനെയാണ് 25 വയസ്സായി നിനക്ക് വിളക്കിന് തിരി ഇടാൻ അറിയില്ലേ എന്നൊക്കെ പറയാണ്. ചീത്ത പറയാം, എനിക്കറിയാം, പക്ഷേ ഇവർക്ക് ഇവരുടേതായ രീതികളുണ്ടല്ലോ, നമ്മൾ എളുപ്പപ്പണിയല്ലേ നോക്കുന്നത്. അപ്പോൾ അതിന് ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ.
പാലുവിനെയും പിടിച്ച് അമ്മമ്മ തിരിച്ച് ഓടുന്നുണ്ട്. കാരണം ഇവളൊരു ഏച്ചും പേച്ചും ഇല്ലാണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ചന്ദനത്തിലേക്ക് കത്തിച്ചു, വിളക്കൊക്കെ കത്തിച്ചു, നമ്മൾ തുടങ്ങായി കേട്ടോ. അപ്പോൾ ടി വിയിൽ ബാക്കിൽ ലൈവൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോ പരിപാടികളും എന്താ പറയുക ഇങ്ങനെ ചെയ്യണേ. അവിടെ ചെയ്യുന്ന അതേപോലെ അമ്മയ്ക്ക് ചെയ്യാനൊക്കെ അറിയാം, നല്ല ഭംഗിയായിട്ട് അമ്മ എല്ലാം ചെയ്യും. പക്ഷേ ടി വിയിൽ ലൈവിൽ ഓരോ സമയമുണ്ടല്ലോ, ആ സമയത്തിനനുസരിച്ചാണ് എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ അടുപ്പ് കൂട്ടാനായിട്ട് വെച്ചിരിക്കുന്ന ഇഷ്ടിക ഉണ്ടല്ലോ, ആ ഇഷ്ടികയ്ക്കകത്തും കൂടെ ചന്ദനവും കുങ്കുമവും തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കുങ്കുമം ഓൾറെഡി ഇട്ടായിരുന്നു, ചന്ദനം ഓൾറെഡി ഇട്ടായിരുന്നു. അപ്പോൾ കുങ്കുമവും കൂടെ ഇടണമായിരുന്നു. അപ്പോൾ കുങ്കുമം ഇട്ടു. അമ്മ ആദ്യത്തെ കുടം അവിടെ വെച്ചു, ഞാൻ രണ്ടാമത്തെ എൻ്റെ കുടം നല്ല പ്രാർത്ഥിച്ച് കുടമല്ല മൺകലം നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഞാനപ്പോൾ പ്രാർത്ഥിച്ച് എൻ്റെ മൺകുടം അവിടെ വെച്ചു. മൂന്നാമത്തെ മൺകുടം വെക്കാനായിട്ട് അമ്മ പോയി. അപ്പം മൺകുടത്തിൽ കുങ്കുമം വീണ്ടും ഞാൻ ഇടുകയാണ് ഗൈസ്. എന്ത് പറയാൻ, എൻ്റെ ഡെക്കറേഷൻ ഒരു കുറവുമില്ല കേട്ടോ. ഞാനിത് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ചെയ്യണമല്ല കേട്ടോ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുങ്കുമൊക്കെ വാരി പൂശാണ്. കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി വാങ്ങിച്ച പൂവ് ഉണ്ടായിരുന്നു. അപ്പോൾ പൂവ് ഞാൻ ഓരോന്നും മുഴമായിട്ട് ഇങ്ങനെ മുറിച്ച് എല്ലാ കുടത്തിലും ഇങ്ങനെ കെട്ടിക്കൊടുത്തു. എല്ലാ കുടത്തിലും ഞാൻ നല്ല ഭംഗിയായിട്ട് കെട്ടി. പിന്നെ പ്രാർത്ഥിച്ച് നമ്മൾ ചൂട്ട് വെക്കണം, മടൽ വെക്കുകയാണ്. എനിക്കിതിനെപ്പറ്റി അറിഞ്ഞൂടാ ഗൈസിൻ്റെ പേരെന്താ, മടലൊക്കെ കത്തിച്ച് വെച്ചു. പക്ഷേ ഗൈസ് സമ്മതിക്കണം കേട്ടോ, പഴയ കാലത്തെ ആൾക്കാരെ സമ്മതിക്കണം. ചെറിയൊരു പുക കണ്ണിലേക്ക് അടിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവൻ പോയി. പക്ഷെ ഇതെല്ലാം നമുക്കൊരു സന്തോഷം തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. ഞാൻ കർപ്പൂരമൊക്കെ വലിച്ചു വാരി എറിയാണ് അതിനകത്ത്, കത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായി. അത് എൻ്റെ തിളച്ച് തൂവാനാണ് സമയമെടുത്തത്. അപ്പം ഞാനിങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ എന്തെങ്കിലും ഇതെന്താ എൻ്റെ മാത്രം തിളയ്ക്കാത്ത, എന്താ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിഷമമായി. ആ സമയത്ത് എനിക്ക് കരച്ചിലൊക്കെ വന്നു, എനിക്ക് പെട്ടെന്ന് ഇമോഷണലാവും ഞാൻ. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതൊക്കെ അതിന് ശേഷം ഇടാനുള്ള തേങ്ങ, ശർക്കര, അരിയാണ്. ഒരു കലത്തിൽ മാത്രം അരി ഇട്ടുമെന്ന് തോന്നുന്നു, അരി ഇട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമഗ്രികൾ. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇടയ്ക്ക് പോയി ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് വന്നു കേട്ടോ, പാവം. എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണല്ലേ വിചാരിച്ചിട്ടായിരിക്കും അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പാല് ഇവിടെ ഇരുന്നിട്ട് അലമ്പാണ് ഗൈസ്. അതുകൊണ്ടൊരു വോയിസ് ഓവർ പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ ഈ കുട്ടി സമ്മതിക്കണില്ല. അമ്മ അടുപ്പ് കൂട്ടി തീയ എല്ലായിടത്തും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് അറിയില്ലാത്തതുകൊണ്ട് എല്ലാത്തിൻ്റെ തുടക്കം അമ്മ ചെയ്തു തരുവാണ്. പിന്നീട് അങ്ങോട്ട് 1.5 വരെ ഞാൻ തന്നെയായിരുന്നു ഗൈസ് ഈ 2 ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്തത് എന്താ അമ്മ ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം. അമ്മ അകത്തേക്ക് പോകുന്നുണ്ട്, എന്തോ കാര്യത്തിന് പോയതാന്ന് തോന്നുന്നു. യെസ്, അത് കഴിഞ്ഞു. അപ്പോൾ അരി ഇടാനുള്ള സമയമായി. അപ്പോൾ അമ്മ പറയുമായിരുന്നു, നല്ലോണം പ്രാർത്ഥിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങളോ പ്രാർത്ഥനകളോ ഉണ്ടെങ്കിൽ മനസ്സിൽ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കലത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ പറയുകയാണ്. അപ്പം ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഞാൻ ഭഗവാനോട് പറയാറില്ല, അല്ലെങ്കിൽ എനിക്കിത് വേണം എന്ന് ഞാൻ പറയാറില്ല. സമാധാനം വേണം എന്ന് പറയും കേട്ടോ. എല്ലാം നല്ല പോലെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനം ഉണ്ടാവട്ടെ ലോകത്തിന് എന്ന് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഞാൻ തന്നെ കഷ്ടപ്പെടുന്നുണ്ട്, അത് ഭഗവാൻ കണ്ടു തരട്ടെ, അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അരി 3 പ്രാവശ്യമായിട്ട് ഉഴിഞ്ഞിട്ടൊക്കെ ഇടണം എന്ന് പിന്നീട് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടപ്പോഴാണ് അറിഞ്ഞ്. നമ്മൾ വൈകിയത് കൊണ്ട് വേഗം ഞാൻ അങ്ങ് ഇട്ടു കേട്ടോ. പാലു അരിയെന്ന് വിളിക്കുന്നുണ്ട്, അതൊന്ന് പറിച്ച് കളയില്ല കേട്ടോ പാലു. യെസ്, പിന്നെ അടുത്തത് അമ്മ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര പ്രാർത്ഥിച്ച് നല്ല ഭംഗിയായിട്ട് അമ്മയും അരി ഇട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങേയറ്റത്തെ കാലത്ത് മേമയായിരുന്നു ഇടേണ്ടത്. പിന്നെ പാലു, ഈ ആറ്റുകാൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ദേവിമാർക്ക് കുഞ്ഞുങ്ങളോട് വളരെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് എനിക്കറിയില്ല, അതൊക്കെ അമ്മമ്മ പറഞ്ഞു കേട്ടതാ. അപ്പോൾ കുഞ്ഞുങ്ങളോട് അവർക്കൊരു പ്രിയമായത് പാലുവിൻ്റെ ആദ്യത്തെ പൊങ്കാല കേട്ടോ ഗൈസ്. അപ്പോൾ ഇവളുടെ ഈ കലമാണ് ആദ്യം വെന്തതും വെള്ളം വറ്റി പെട്ടെന്ന് പായസമായതൊക്കെ ഇതാണ്. അത് ഭയങ്കര അത്ഭുതം തോന്നി. ഇതിനായിരുന്നു ഏറ്റവും കൂടുതൽ തീ കുറവ്, പക്ഷെ അത് പെട്ടെന്നായി കേട്ടോ. അപ്പം അവളുടെ ആദ്യത്തെ പൊങ്കാലയാണ്, അത് തന്നെ ആദ്യം തിളച്ച് തൂവുകയും ചെയ്തു. അത് തന്നെ പിന്നെ അമ്മൂമ്മ കണ്ടിന്യൂ ചെയ്തിട്ട് അമ്മൂമ്മ നല്ല പ്രാർത്ഥിച്ച് അരിയൊക്കെ ഇട്ടു. അമ്മ പ്രാർത്ഥിക്കണമെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അമ്മമ്മയുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഈ പ്രായത്തിലും നമുക്ക് വേണ്ടി തന്നെയാണ്. അപ്പം അമ്മമ്മ അരി കംപ്ലീറ്റ് അതിനകത്തേക്ക് ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് അമ്മയുടെയാണ് കേട്ടോ, കുറച്ചുകൂടെ നമുക്ക് വറ്റാനുണ്ട്. പക്ഷേ പാലൂൻ്റെയൊക്കെ പെട്ടെന്നായി, ഞാൻ കാണിച്ചു തരാം.
അമ്മമ്മ ചന്ദനത്തിരി തീർന്നത് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാലുവിൻ്റെത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്, പെട്ടെന്നായി അത്. ഇതാണ് പാലുക്കുട്ടൻ ഓടി നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയുടെ വായിക്കുന്ന ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ട്. അത് അടച്ച് നമ്മൾ ഓൾറെഡി വെച്ചായിരുന്നു, നല്ല വറ്റി ആയിട്ടുണ്ട് കേട്ടോ. പൊങ്കാലൊക്കെ ഇട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതില് ഞാൻ ആദ്യമായിട്ടായിരുന്നു. ഇതിലേതാ അമ്മയുടെ പൊങ്കാല? അങ്ങനെ പറഞ്ഞാൽ നല്ലത്, സമാധാനം. ഇത് ഞാനിട്ടത്, അത് പാലും അമ്മമ്മയും, ഇത് അമ്മ ഇട്ടത്. അമ്മ പറ, ആറ്റുകാൽ പൊങ്കാല പോവാറുണ്ടോ അമ്മ? എല്ലാ വർഷവും പോയിടാറ്. അവിടെ ഒരു ആര്യയുടെ കൂടെയൊക്കെ അഭിനയിച്ച സീരിയല് ആർട്ടിസ്റ്റിന്റെ ഒരു അച്ഛനൊരു ലോഡ്ജുണ്ട്, ഗൗരീഷ്. അവിടെ പോയി നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയാ ഞാൻ ഇടാറ്. അപ്പോൾ ഇപ്പോൾ പാല് കൊണ്ടായ പിന്നെ അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. ചക്കുളത്തിലാവിലും ആറ്റുകാലിലും ഞാൻ പൊങ്കാല ഇടാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് ഇട്ടില്ല. അവിടത്തെ തന്നെ ഇട്ടത്. എനിക്ക് ഫ്ലാറ്റിലായ കാരണം നമ്മൾ പിന്നെ ഓണറോട് പെർമിഷൻ എടുക്കണം, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവരോട് ചോദിക്കണം, അവിടെ പൊങ്കാല ഇട്ടോട്ടെ എന്നൊക്കെ ചോദിക്കണം. ഇങ്ങനെ നമ്മളടുപ്പൊക്കെ കൂട്ടുമ്പോൾ അടുക്കൊക്കെ ആയാൽ പിന്നെ അത് കാരണം ഞാൻ ഇവിടെ അമ്മ വാടകയ്ക്ക് ഇവിടെ താമസിക്കാൻ തുടങ്ങിയ പോലെ കഴിഞ്ഞ വർഷം ഇവിടെ ഇട്ടത്. അപ്പോൾ ഈ വർഷവും കാരണം ഇവിടെ ഇട്ടത്. പിന്നെ എന്താ പറയുക, നമുക്ക് ഇതിടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന്. അത് പറഞ്ഞാൽ നമുക്ക് വരും. നമ്മൾ ഓരോ വർഷവും ഇപ്പോൾ ഈ വർഷമാണെങ്കിലും പാലുള്ള കാരണം ഇടണ്ടെന്ന് വിചാരിച്ചാൽ ഇടാതിരിക്കാം. നമുക്ക് അയ്യോ കുഞ്ഞുണ്ട്, കുഞ്ഞ് സമ്മതിക്കില്ല. പക്ഷെ ദൈവം എനിക്ക് അങ്ങനെ ഇടണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കണമുണ്ട്. ഒരാഴ്ചയായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊച്ചിനായിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ ഇത് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. ആ പൊങ്കാല തിളച്ച് തൂകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സന്തോഷം, അതാണ് നമ്മൾ ഇത്രയും ദിവസം എടുത്ത നോയമ്പായാലും കഷ്ടപ്പാടുകളാണെങ്കിലും ഒക്കെ നമുക്ക് മറക്കാൻ പറ്റുന്നത് ആ പൊങ്കാല അമ്മയ്ക്ക് ഇങ്ങനെ അത് നീതിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനുണ്ടാവണ സംതൃപ്തിയോ അതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല ഒരാൾക്ക്. അത് അനുഭവിച്ച് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ എന്നോട് പലരും ചോദിക്കും, വീട്ടിൽ പൊങ്കാല ഇട്ടിട്ട് വീട്ടിലേക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വീട്, ഞാനതൊന്നുമല്ല. എനിക്ക് മനസ്സമാധാനം, സന്തോഷം, ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളില്ലാതിരിക്കുക, നമുക്ക് താങ്ങാൻ പറ്റുന്ന ദുഃഖങ്ങളൊക്കെ ഭഗവാൻ തരുന്നുള്ളൂ എന്നൊരു വിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. അത് തന്നെയാണ് എന്നെ ഇങ്ങനെയുള്ള ഭക്തി എല്ലാം ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അല്ല നമുക്കെല്ലാം സാധിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തെ വിചാരിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വീടുണ്ടാകേണ്ട സമയത്ത് വീടുണ്ടാവും, നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകേണ്ട സമയത്ത് ഭഗവാൻ സന്തോഷങ്ങൾ, ദേവി സന്തോഷങ്ങൾ തരും. അത് നമ്മളിങ്ങനെ വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ തകർന്നു പോകില്ല. നമ്മൾ കരയും വിഷമിക്കുകയും ഒക്കെ ചെയ്താലും നമുക്കൊരു നമ്മുടെ മനസ്സിൻ്റെ എവിടെയോ കോണിലൊരു പ്രകാശം പോലെ നമ്മളെ എപ്പോഴും നമ്മളെ തോന്നിപ്പിക്കും. അതാണ് ഈശ്വരനോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ ചിലപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു നമ്മൾ കരയുന്നുണ്ടാവും, വല്ല വിഷമിക്കുന്നുണ്ടാവും, ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എവിടെയോ ഒരു എന്താ പറയുക, ഒരു തുരുത്ത് നമ്മളെ കാത്തിരിക്കുന്ന പോലെ ഉള്ള ഒരു ഇതാണ് നമുക്ക് ഈശ്വരനോട് അടുത്ത് നിൽക്കുമ്പോൾ. പിന്നെ നമ്മൾ ഈ കാലഘട്ടത്തിലും നമ്മൾ ഈശ്വരനോട് നമ്മുടെ വീട്ടിലായാലും നമ്മളുടെ സൊസൈറ്റിയിലായാലും ഒക്കെ നമുക്ക് ഒരു അദൃശ്യമായ ശക്തിയെ നമ്മൾ വിശ്വസിക്കുകയും അതിനെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഈ തെറ്റുകൾ, മോശമായ കാര്യങ്ങൾ ഒരാൾ ക്രൂരമായി പ്രവർത്തിക്കാനൊന്നും നമ്മുടെ മനസ്സ് തോന്നില്ല. അവർ മറ്റൊരാൾ നശിക്കണം, അല്ലെ മറ്റൊരാൾ. ഈശ്വരനോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. അത് നമ്മുടെ മനസ്സിൽ തരുന്നത് നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മളെ അതിൽ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ ഭക്തിയുടെ നമ്മുടെ ഏത് വിശ്വാസങ്ങളാണോ ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ അവരും നമ്മുടെ ആചാരങ്ങളെയും നമ്മുടെ സംസ്കാരങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങളെയൊക്കെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാനും അവർക്ക് അതിനെയൊക്കെ ഒരു നീതിപൂർണമായിട്ട് ജീവിക്കുമ്പോൾ
അവർക്കും അവരുടെ തലമുറയ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓരോ വിശേഷങ്ങളും നമ്മൾ കൊണ്ടാടുന്നതും ഓരോ ആചാരങ്ങളും നമ്മൾ ആ അടുത്ത തലമുറയ്ക്ക് അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ആറ്റുകാല പൊങ്കാലയും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏത് വിശേഷങ്ങളാണെങ്കിലും നമ്മൾ ഈശ്വരഭക്തിയോടെയും ഒരു മുതിർന്നവരെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, പരസ്പരം മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു നീതിപൂർണമായിട്ട് നമ്മൾ പാലിക്കേണ്ടത്. ഗൈസ് അപ്പോ പൊങ്കാല കഴിഞ്ഞില്ല, അത് പറയാനാ വന്നേ. ഇല്ല കഴിഞ്ഞിട്ടില്ല, വിശക്കുണ്ട്. ഹായ്. ഇത്ര നേരം എൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നു കേട്ടോ. അമ്മ അവിടെ പോയി? അപ്പോൾ നമ്മൾ ആ പൊങ്കാല ഇട്ട ദിവസം തന്നെയാണ് കേട്ടോ. പൊങ്കാല കഴിഞ്ഞു, അമ്മ വിശേഷങ്ങളൊക്കെ പറയും കേട്ടോ. നമ്മളിവിടെ കംപ്ലീറ്റ് അമ്മയും അമ്മൂമ്മയും ഞാനും കൂടെ വൃത്തിയാക്കി നമ്മളിട്ട എന്താ അവിടെ എവിടെ ഇടുന്നോ അവിടെ നമ്മൾ വൃത്തിയാക്കി തന്നെ ഇടണമെന്ന് പറഞ്ഞു അമ്മ. സോ അതുകൊണ്ട് അപ്പം തന്നെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെയൊക്കെ തുടച്ച് തൂക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ പൊങ്കാല നമ്മൾ 3 കലത്തിലായിട്ടാ, 3 കലത്തിലെ സാധനങ്ങളും സോറി അവിടെ ഒരു ചരുവത്തിൽ കംപ്ലീറ്റ് ആക്കി മാറ്റി വെച്ചു. ഇനി അമ്മയ്ക്ക് എന്താ പറയാ, ഐ യു ഹാപ്പി? പൊങ്കാലയൊക്കെ ഇട്ടു. പൊങ്കാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പൊങ്കാല ഇടുന്ന പോലെ പ്രധാനമാണ്. നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടികയിലാണ് ദേവി കുടിയിരിക്കണേന്ന് പറയുകയാണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് അത് തുളസിത്തറയിൽ അടുക്കി വെച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തു. ഇനിയിപ്പോൾ ഏറ്റവും ഇഷ്ടം ദേവിക്ക് പായസം കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ് ദേവിക്ക് ഏറ്റവും സന്തോഷമെന്ന് ഇങ്ങനെ ഒരാൾ പറഞ്ഞതിനോട്. അപ്പോൾ ഇവിടെ അംഗനവാടിയിൽ ആ പായസങ്ങൾ കൊടുത്തു വിട്ട് അമ്മയുടെ കയ്യിൽ. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്, അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ ആര്യയുടെ ഒപ്പം പൊങ്കാല ഇടാൻ പറ്റിയത് വളരെ സന്തോഷം. ആര്യയെ കൊണ്ടുപോകണമെന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ആര്യ ബാംഗ്ലൂർ അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ കൊണ്ട് പറ്റാറില്ല. അപ്പോൾ പക്ഷെ ആര്യയുടെ ഒപ്പം പൊങ്കാല ഇടാൻ പറ്റും. നമ്മുടെ മക്കളോടൊപ്പം പൊങ്കാല ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷമാണല്ലോ. അതുപോലെ തന്നെ എൻ്റെ പാലുവിനോടും, പാലുവിന്റെ കൈ കൊണ്ട് പാലുവിന്റെ കൈ കൊണ്ട് 3 പിടി അരി ഇടിച്ച് ആ പൊങ്കാലയാണ് ആദ്യം തിളച്ച് പൊങ്കാല റെഡി ആയത് പാലുവിന്റെ കൈ കൊണ്ടിട്ട പൊങ്കാലയാണ്. അപ്പൊ ദേവി കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് എന്നോട് പറഞ്ഞത് എനിക്കപ്പൊ കണ്ണ് നിറഞ്ഞു പോയി. ആദ്യം പൊങ്കാല തിളച്ച് ഇതായതും പാലു ഇട്ട ഇതാണ്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ അവളുടെയാണ് ആദ്യത്തെ ഞാൻ പൊങ്കാല റെഡിയാക്കിയതും ശരിയായതും അവളുടെയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ 2 പേരും അടുത്തുണ്ടായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു. അമ്മയെ കൊണ്ട് 3 പിടി അരി ഇടിച്ചു. അപ്പൊ അമ്മ അതിന്റെ ഭാഗമായി. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇതെല്ലാം കഴിഞ്ഞു വൃത്തിയാക്കി ഞാൻ പോയി കുമേല് കഴുകി വന്നു, ആര്യമ്മേല് കഴുകി. അപ്പോൾ പാലുവിന് ജലദോഷവും ഇതായിട്ട് കുറച്ച് ദിവസം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ക്ലാസ്സിൽ പോയി തുടങ്ങുമ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ വരും, അത് ടെൻഷൻ ആവണ്ട, അത് കുറച്ച് ദിവസം പിടിക്കുമ്പോൾ അത് മാറിക്കൂടാ. കാരണം ഞാൻ ഇടാൻ പറ്റൂല, ഭയങ്കര വശം. 5 ദിവസം ഞാൻ ഉറങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ ഭയങ്കര വഴക്കാ, അല്ലെ ഒരു വഴക്കില്ലാത്ത കുഞ്ഞാ. അപ്പോൾ പിന്നെ നമ്മൾ അസുഖം വരുമ്പോൾ ശാഠ്യം പിടിക്കും, നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇടാൻ പറ്റുമോ, വാശി പിടിക്കുമോ? അതുകൊണ്ട് ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചോറും കറികളൊക്കെ വെച്ചു, പാലുവിനെ റെഡിയാക്കി, പാലുവിന് മരുന്നും കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പൊങ്കാലയ്ക്ക് പോയത്. എന്നാലും അവള് എന്നെ ഞാൻ വെളിയിലോട്ട് ഇറക്കാത്തതിന് കുറച്ചൊക്കെ ശാഠ്യം പിടിച്ച്, എന്നാലും നല്ല ഭംഗിയായിട്ട് 3 പൊങ്കാലയും ദേവിക്ക് സന്തോഷമായിട്ട് സമർപ്പിക്കാൻ പറ്റി. അപ്പോൾ എല്ലാ വർഷവും നമ്മുടെ പൊങ്കാല ഇടാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. ഇനി എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും പൊങ്കാല ഇടാൻ പറ്റണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പം എല്ലാവരും പറയില്ലേ ഓരോ പൊങ്കാലയ്ക്ക് ഓരോ പ്രാർത്ഥനയോട്, ഞാൻ അങ്ങനെ എല്ലാം പ്രാർത്ഥിക്കും.
ദേവിക്കറിയാലോ എല്ലാം പ്രാർത്ഥിക്കും. അങ്ങനെ ഇന്ന കാര്യം സാധിക്കാനെന്ന രീതിയിൽ ഞാൻ ഇന്ന് വരെ പൊങ്കാലയിട്ടിട്ടില്ല. ഞാൻ ദേവിയോട് എൻ്റെതായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും. ഇന്നതിന് വേണ്ടി ഞാൻ സമർപ്പിക്കണോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അമ്മ നമുക്ക് സന്തോഷങ്ങൾ തരണതും ദുഃഖം തരണതും എല്ലാം അതിനൊരു കാരണങ്ങളുണ്ട്. അപ്പൊ ഭഗവാൻ നമുക്ക് താങ്ങുന്ന ദുഃഖങ്ങൾ തരണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പായസം എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ആക്കിയേ, എല്ലാം കൂടെ പകർത്തി ഒരു ഇതിലാക്കി ഒരു സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ അവള് ഡൈനിങ് ടേബിളിന്റെ പൊക്കത്ത് കയറി. അവൾക്ക് സ്വതമേ മധുരം വലിയ പായസത്തിനോട് വലിയ ഇഷ്ടമില്ല, ഇങ്ങനത്തെ പായസം. അപ്പൊ ഇച്ചിരി ഞാൻ വാങ്ങിയൊക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ചേർത്തതല്ലേ. അപ്പൊ ഇത് കുറച്ച് പേർക്ക് കൊടുത്തു, ഇനി കുറച്ച് ആളുകൾക്കും കൂടെ ഒക്കെ കൊടുക്കണം. പിന്നെ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. ഈ വർഷത്തെ പൊങ്കാല. ഇനി വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം, അപ്പോൾ അതൊരു വീഡിയോ ആക്കാം. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം അവളെടുത്തും അവള് മലക്കും. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും പൊങ്കാല ഇടാൻ സാധിക്കട്ടെ. തിരുവനന്തപുരത്ത് പോയിടാൻ പറ്റട്ടെ. തിരുവനന്തപുരത്ത് പോയിടാൻ പറ്റട്ടെ. അതോടൊപ്പം ഈ നമ്മുടെ നാട്ടിലും ലോകത്തും ഒക്കെ വന്നേക്കുന്ന ഓരോരോ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അച്ഛനമ്മമാർക്കും മക്കൾക്കും ഒക്കെ ശാന്തി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റട്ടെ. ആ ഒരു പ്രാർത്ഥനയും പൊങ്കാലയിലുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നല്ല ബുദ്ധിയും സൽബുദ്ധിയൊക്കെ കൊടുത്ത് ദേവി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അമ്മയുടെ പോ നോനോ അല്ല അപ്പോ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ. യെസ്, അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഇഫ് യു ലൈക്ക് ഇറ്റ്. ബൈ ബൈ.